ഹായ് സ്റ്റുഡൻസ്. സോ ഇന്ന് നമ്മളൊരു പുതിയൊരു ചാപ്റ്റർ തുടങ്ങുന്നത് കമ്പ്യൂട്ടർ ആൻഡ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, കുറച്ച് കൂടുതലും തിയറി ബേസ്ഡ് ആയിട്ടുള്ള അത്ര എന്താ പറയുക, കൂടുതലായിട്ട് പ്രാക്ടിക്കലായിട്ട് നമുക്കൊന്നും തന്നെ കൂടുതൽ പഠിക്കാനില്ല. വളരെ കുറച്ചുകൂടെ തിയറി ക്രിട്ടിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ഒന്നുകൂടെ കമ്പാരിറ്റീവ്ലി സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം. സോ ഞാൻ നോക്കാം നമുക്ക് എന്തൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, സോ അതിനു മുമ്പായിട്ട് നമുക്ക് ഈ ഒരു പോർഷൻസ് എന്ന് പറയുന്നത് നമുക്ക് ഇതിൽ വരുന്നത് ഇറ്റ് ഈസ് നോട്ട് ദ PNA സെക്ഷൻ. ഇത് നമ്മൾ എക്സാമിന് വരുന്ന സെക്ഷനാണ്. ഓക്കെ, സോ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസോട് കൂടെ ആയിരിക്കണം ഈ ചാപ്റ്റർ നിങ്ങൾ ത്രൂ ഔട്ട് നിങ്ങൾ നോക്കേണ്ടത്. കാരണം എന്താ വെച്ചാൽ ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഐ തിങ്ക് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ചാപ്റ്ററിലോട്ട് വരാം. സോ ചാപ്റ്ററിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് എന്ന് നോക്കാം. ഫസ്റ്റ്, സ്റ്റേറ്റ് ദ മീനിങ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്പ്യൂട്ടർ. എന്താണ് കമ്പ്യൂട്ടറിന് നമുക്കറിയാം. ഇന്നിപ്പോൾ നമ്മൾ ആരും ഇവിടെ ബുക്കിലൊന്നും ആരും അക്കൗണ്ടിങ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഒരു റെലവൻസി എന്ന് പറയുന്നത്. കാരണം എല്ലാവരും കമ്പ്യൂട്ടറൈസ്ഡ് ചെയ്യും. സോ എങ്ങനെയാണ് അപ്പോൾ ഈ കൺസെപ്റ്റുകളൊക്കെ നമ്മുടെ കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റമായിട്ട് എങ്ങനെയാണത് കണക്ട് ചെയ്തിട്ട് മനസ്സിലാക്കുക എന്നുള്ളത് ആക്ച്വലി ഈ ചാപ്റ്ററിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. സോ നോക്കണം, അപ്പോൾ എന്താണ് കമ്പ്യൂട്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ ക്യാരക്ടർ എന്തൊക്കെയാണ് അതുകൊണ്ട് അങ്ങനെ ഉപയോഗിക്കുന്ന പ്രത്യേകതകൾ. ഓക്കെ, ഡിസ്ക്രൈബ് ദ കമ്പോണന്റ് ഓഫ് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിന്റെ കമ്പോണൻസ് ഏതൊക്കെയാണ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് എ കമ്പ്യൂട്ടർ. ഒരു കമ്പ്യൂട്ടറിന്റെ ലിമിറ്റേഷൻസ്, ഈവൻ ദോ നമ്മൾ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിലും അതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അതായത് എന്താ പറയുക, ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ ഒരുപാട് ന്യൂനതകളുണ്ട്. ഏതൊക്കെയാണ് ന്യൂനതകൾ എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക എന്നുള്ള കാര്യങ്ങൾ നമ്മൾ തുടങ്ങിയെന്ന് ചെയ്യും. എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് കമ്പ്യൂട്ടർ ഇൻ അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൽ എന്താണ് കമ്പ്യൂട്ടറിൻ്റെ റോൾ എന്ന് പറയുന്നത് നോക്കണം. അപ്പോൾ കമ്പ്യൂട്ടറിനുള്ള റോൾ എന്താണ്, അക്കൗണ്ടിങ് എന്താണ് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നതിനുള്ള ബെനഫിറ്റ്. അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ദ മീനിങ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ട്. ഇങ്ങനെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് നമ്മൾ യൂസ് ചെയ്യുന്നതിനുള്ള ബെനഫിറ്റ്സ് എന്താണ്, അതുകൊണ്ടുള്ള ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. പിന്നെ ഡിഫറെൻറ്റ് ബിറ്റ്വീൻ മാനുവൽ അക്കൗണ്ടിങ് ആൻഡ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്. നമ്മൾ മാനുവലായിട്ടാണ് നമ്മൾ ബുക്ക് പെന്നൊക്കെ എടുത്തിട്ട് ഓരോ ഇത് കണ്ടില്ലാടാ നമ്മൾ ഓരോ ഫോർമാറ്റ് അങ്ങനെ ഫോർമാറ്റൊക്കെ വരച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അക്കൗണ്ടിങ് ചെയ്യാം. സോ അതും കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, എക്സ്പ്ലെയിൻ ദ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റം. എന്താണ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൻ്റെ എന്താണ് അതിൻ്റെ പറഞ്ഞ എന്താ. ഓക്കെ, ഡിസ്ക്രൈബ് ദ ബേസിക് റിക്വയർമെന്റ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ്. എന്തൊക്കെ റിക്വയർമെന്റ്സ് ആണുള്ളത് കമ്പ്യൂട്ടറൈസ്ഡ്. അണ്ടർസ്റ്റാൻഡ് ദ സോഴ്സ് ഓഫ് അക്കൗണ്ടിങ് സിസ്റ്റം. അക്കൗണ്ടിങ് സിസ്റ്റത്തിന്റെ സോഴ്സസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട്. കമ്പ്യൂട്ടർ ആൻഡ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ്. നമുക്കറിയാലോ, കമ്പ്യൂട്ടർ ഈസ് ആൻ ഇലക്ട്രോണിക് ഡിവൈസ്, വെറൈറ്റി ഓഫ് ഓപ്പറേഷൻസ് ഇൻ അക്കോർഡിംഗ്സ് വിത്ത് ദ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് കോൾഡ് പ്രോഗ്രാം. നമ്മളൊരു കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. എന്തിനാണ് ഉപയോഗിക്കുന്നത്, ക്യാൻ പെർഫോം വേരിയസ് ഓപ്പറേഷൻസ്. ഒരുപാട് കാര്യങ്ങൾ അതിന് ചെയ്യാൻ പറ്റും. ഇൻ അക്കോർഡൻസ് വിത്ത് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് കാൾഡ് പ്രോഗ്രാം. ഒരു ഇൻസ്ട്രക്ഷൻ നമ്മൾ എന്താണ് കൊടുത്തത് കമ്പ്യൂട്ടറിൽ, അതിനനുസരിച്ചാണ് എന്ത് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ കമ്പ്യൂട്ടർ ഞാൻ ക്ലാസ് എടുക്കുന്നതും കമ്പ്യൂട്ടറിലാണ്. സോ അപ്പോൾ എന്താ, നമ്മൾ ആൾറെഡി കൊടുത്തുള്ള ഇൻസ്ട്രക്ഷൻസിനനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അതിനെ പറയുന്ന പേരാണ് പ്രോഗ്രാം. ഓക്കെ, ഇറ്റ്സ് എ ഡാറ്റ പ്രോസസ്സിംഗ് ഇലക്ട്രോണിക് മെഷീൻ. ഡാറ്റ പ്രോസസ് ചെയ്യുക നമ്മൾ കൊടുത്ത ഡാറ്റയ്ക്ക് അനുസരിച്ചാണ് അത് വർക്ക് ചെയ്യുക. ഓക്കെ, പിന്നെ ഓക്കെ, ഇപ്പൊ നോക്കണ പോലെ ജസ്റ്റ് ഒരു അതിൻ്റെ ഇത് പറയുന്നത് കമ്പ്യൂട്ടർ ഇറ്റ്സ് എ ഡിവൈസ് ദാറ്റ് അക്സെപ്റ്റ് ദ ഡാറ്റ. അതെന്ത് ചെയ്യും, ഡാറ്റനെ സ്വീകരിക്കും. സ്റ്റോർ ദ ഡാറ്റ, ആ ഡാറ്റ എന്താ പറയുക സ്റ്റോർ ചെയ്ത് വെക്കും, ശേഖരിച്ച് വെക്കും. പ്രോസസ് ദ ഡാറ്റ, ആ ഡാറ്റ പ്രോസസ് ചെയ്യും. റിട്രൈവ്സ് ദോസ് ഡാറ്റ ആസ് വെൻ റിക്വയർഡ് ആൻഡ് പ്രിന്റ്സ് ആൻഡ് റിസൾട്ട് ഡിസൈഡ്. നമ്മുടെ ഇഷ്ടാനുസരിച്ചും അതിന് ഡാറ്റ നമുക്ക് റിട്രൈവ് ചെയ്തെടുക്കാം, നമുക്ക് പുറത്തെടുക്കാം. നമുക്ക് ഡാറ്റ നമ്മളിപ്പോൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക, വീഡിയോ ഡൗൺലോഡ് ചെയ്യുക, ഇതൊക്കെ ഡാറ്റ ആയിട്ടൊക്കെ റിലേറ്റഡ് ഉള്ളതല്ലേ. ഇപ്പൊ ഡാറ്റയുടെ പല പല രൂപത്തിലുള്ളത് സ്റ്റോർ ചെയ്യാറ് എവറിഥിങ്. ഓക്കെ, ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ വിവരങ്ങൾ ഇലക്ട്രോണിക് ഫോമിൽ സൂക്ഷിച്ചിട്ടുള്ളത് നമ്മൾ ഡാറ്റ. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്പ്യൂട്ടർ. എന്താണ് കമ്പ്യൂട്ടറിന്റെ ഓരോ പ്രത്യേകത.
A computer is better than human being. It is the process of some categories which are the lesser. നമ്മുടെ കമ്പ്യൂട്ടർ ഒരു ഹ്യൂമൻസിനെ ബീറ്റ് ചെയ്യുന്നതാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ചില കേസസിൽ അല്ലെങ്കിൽ ചില ഓപ്പറേഷൻസിൽ കമ്പ്യൂട്ടറിന് ഒരു ഹ്യൂമനേക്കാളും ബെറ്റർ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് എന്തുകൊണ്ടൊക്കെ നമ്മൾ ഇതിലോട്ട് കിടക്കാനുള്ളതാണ്. ഫസ്റ്റ് ആണ് സ്പീഡാണ്. ഇറ്റ് ക്യാൻ അസസ് ആൻഡ് പ്രോസസ് ദ മില്യൺസ് ഓഫ് ടൈം ഫാസ്റ്റർ ദാൻ ഹ്യൂമൻ. അപ്പം നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ സ്പീഡിലും വളരെ വേഗത്തിൽ ആർക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റും? നമ്മുടെ കമ്പ്യൂട്ടറിനെ നമുക്ക് പ്രോസസ്സ് ചെയ്യാനും കാര്യങ്ങൾ നടത്താനും പറ്റും. ദാറ്റ്സ് ഫസ്റ്റ് ഒന്നാമത്തെ പ്രത്യേകത ക്യാരക്ടറിസ്റ്റിക് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്പീഡാണ്. രണ്ടാമത്തെ എന്ന് പറയുന്നത് സ്റ്റോറേജ് ആണ്. കമ്പ്യൂട്ടർ ഹാവ് ആർ വെരി ലാർജ് സ്റ്റോറേജ് കപ്പാസിറ്റി. Their capacity storing vast amount of data information. Computer have huge capacity storing very small physical space. വളരെ കുറഞ്ഞ ഏരിയയിൽ തന്നെ നമുക്കറിയാം ഇന്ന് 1 TB 2 TB സ്റ്റോറേജ് ഒക്കെ ആണ് വളരെ ചെറിയ ചിപ്പുകളിൽ നമുക്ക് എന്തെങ്കിലും അവൈലബിൾ ആണ്. ഓക്കെ, നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ ഈ ഒരു മൊബൈൽ തന്നെ എത്രത്തോളം ഡാറ്റാസ് ആണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത് മനസ്സിലാവുന്നുണ്ട്. ഇതിൽ പല പല ഡാറ്റാസിൽ ഇതിനെ ചുറ്റി എത്രത്തോളം ഡാറ്റാസും പ്രോസസ്സാണ് ഈ ഒരു മൊബൈൽ ഫോണിൽ നടക്കുന്നത്. ഇത് സ്റ്റോറേജ്. അപ്പൊ നോക്കണേ നമ്മുടെ ബുദ്ധിക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. നമ്മൾ എത്ര പെട്ടെന്ന് ഇപ്പോൾ മൊബൈലിൽ നോക്കണ ഒരു കാര്യം ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്റ്റോർ ചെയ്ത് അത്രയും സ്പീഡിൽ നമുക്ക് എടുക്കാൻ പറ്റും. നമ്മുടെ ഈ ചാപ്റ്റർ നമ്മൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എത്ര സമയം എടുക്കും? ആക്ച്വലി ഈ ചാപ്റ്റർ നമുക്ക് ഒരു മൊബൈലിൽ ഡൗൺലോഡ് ചെയ്യാൻ 1 or 2 minutes മാത്രം അത്രയും ഡാറ്റ സ്റ്റോർ ചെയ്ത് മനസ്സിലാവുന്നുണ്ട്. ആകെ 5 MB 6 MB ചെയ്തിട്ട് സ്റ്റാറ്റസ്. അടുത്തതാണ് അക്യൂറസി. The accuracy of the computer is very high. Every calculation is performed with the symmetry. അപ്പോൾ നമ്മളൊരു കാൽക്കുലേറ്റർ എടുത്തിട്ട് ഒരു 5x10 ഈ കാൽക്കുലേഷൻ എടുക്കണം. അതിന് തിരിക്കണം 5x10 ഞാൻ അറിയാതെ 100 കമ്പ്യൂട്ടറിൽ എന്ത് ചെയ്യാം. അപ്പോൾ ഹൈ അക്യൂറൻസി. അക്യൂറൻസി എന്നാൽ കൃത്യത, തെറ്റാനുള്ള ചാൻസ് കുറവാണ്. അടുത്താണ് ഡെലിജൻസ്. എ കമ്പ്യൂട്ടർ ഫ്രീ ഫ്രം ടയർഡ്നെസ് ആൻഡ് ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ. നമുക്ക് ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം എനിക്ക് ക്ലാസ് എടുക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ, കുട്ടികൾക്ക് ഹെഡേക്ക് വരാം, കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ പറ്റില്ല, വരാറുണ്ട്. ഓ എന്താ പറയുക, ഒരുപാട് കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടാണ് എൻ്റെ ഈ ക്ലാസ് നിലനിൽക്കുന്നത്. പക്ഷെ കമ്പ്യൂട്ടറിനിടെ ഞാൻ ചെറിയ വർക്ക് ചെയ്തു, ഇനി ഒരു 10 മിനിറ്റ് റെസ്റ്റ് എടുക്കും, അങ്ങനെ ഒരു ഇതുണ്ട്. മേബി അത് ഹീറ്റായിട്ടൊക്കെ അടിച്ചു പോകാം മൊത്തത്തിൽ. പക്ഷെ എങ്കിലും എന്ത് ചെയ്യില്ല, വർക്ക് ചെയ്യില്ല, ഒരു ലേസിനെസ് അങ്ങനത്തെ പ്രശ്നം ഉണ്ടല്ലോ കമ്പ്യൂട്ടർ. പിന്നെ വേഴ്സാലിറ്റി. A computer can perform wide range of jobs with speed, accuracy and intelligence. പക്ഷേ ഒരു കമ്പ്യൂട്ടർ ഒരുപാട് ചിലപ്പോൾ നമ്മളോട് നോക്കണം, നമ്മുടെ ഒരു കമ്പ്യൂട്ടറിൽ എത്ര ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ ആണ് അറ്റ് എ ടൈം ഈ സെയിം അക്യുറസിയോട് കൂടി നമ്മൾ അതിൻ്റെ കപ്പാസിറ്റി എത്രത്തോളം കൂട്ടുന്നു communication. Computers are being used as a powerful communication tool. All computers with an office connected cables to communicate. പരസ്പരം വാട്സപ്പ് ത്രൂ നമ്മൾ എന്തൊക്കെ മെയിൽ എല്ലായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല, നമുക്കത് ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. Processing power. Computers have a long way today. They began as mere the prototype research to the laboratories and went to help the business organization. And today they are extinct. ഇപ്പോഴത്തെ ഓരോ പുതിയ പുതിയ കമ്പ്യൂട്ടർ അവരെന്നെ ഇപ്പോൾ സ്വന്തം പ്രോസസ്സ് ചെയ്യും. ഒരു ഡാറ്റ കൊടുത്താൽ ഡാറ്റ കൃത്യമായിട്ട് പ്രോസസ്സ് ചെയ്യാനും അത് അനാലിസിസ് ചെയ്യാനുള്ള ഇതൊക്കെയാണ് ഫീച്ചേഴ്സ് ഓഫ് ദി കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്പ്യൂട്ടർ. ഇതൊക്കെയാണ് എന്തിൻ്റെ പ്രത്യേകത, ഒരു കമ്പ്യൂട്ടർ എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത. ഓക്കെ, ഞാൻ അടുത്തൊരു ടോപ്പിക്കാണ് കമ്പോണൻസ് ഓഫ് എ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൻ്റെ കമ്പോണൻസ് ഉണ്ട്. കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ഓരോ ഭാഗം. ഓക്കെ, നോക്കണേ, കമ്പ്യൂട്ടർ കൺസിസ്റ്റ് ഓഫ് മേജർ കമ്പോണൻസ്, ഇൻപുട്ട്, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, ഔട്ട്പുട്ട് യൂണിറ്റ്. നോക്കണേ, ഒരു മേജർ കമ്പോണൻസ് ഉണ്ട്. ഡയമെട്രിക്കലി ദി കമ്പോണൻസ് ആർ മേ ബി പ്രസന്റ് ഹിയർ. താഴെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഇതായിട്ട് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നോക്കണം, സെക്കൻഡറി സ്റ്റോറേജ്. അതിൽ ഇൻപുട്ട് ഉണ്ട്, ഔട്ട്പുട്ട് ഉണ്ട്. ഇവിടെ ഇൻപുട്ട്, പിന്നെ മെമ്മറി യൂണിറ്റ് ഉണ്ട്, ALU എന്താ അരിതമെറ്റിക് ലോജിക്കൽ യൂണിറ്റ്, കൺട്രോൾ. ഇനി ഓരോന്നും എന്താണ് താഴെ എക്സ്പ്ലെയിൻ ചെയ്യും. ഫസ്റ്റ്
ഇതൊക്കെയാണ് കേട്ടോ ഓരോ കമ്പ്യൂട്ടറിൻ്റെ ഭാഗങ്ങൾ. ജസ്റ്റ് കേട്ടിരുന്നാൽ മതി. അതുപോലെ തന്നെ ഒരു നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് കൊടുത്താൽ മതി. ഫസ്റ്റ് ആണ് ഇൻപുട്ട് യൂണിറ്റ്. ഇൻപുട്ട് യൂണിറ്റ് ആർ കൺട്രോളിംഗ് വേരിയസ് ഇൻപുട്ട് ഡിവൈസ് which are used for entering data into computer. The mostly input devices are keyboard, mouse, stand. നമ്മുടെ ഇൻപുട്ട് യൂണിറ്റ് ആണെന്തോ കീബോർഡ് നമ്മൾ അങ്ങോട്ട് ഡാറ്റ കൊടുക്കില്ല. പുറത്തുനിന്ന് ഒരു എക്സ്റ്റേണൽ സോഴ്സിൽ നിന്ന് കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ കൊടുക്കുന്ന ഏത് സോഴ്സിൽ നിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇൻപുട്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ കീബോർഡിൽ നമ്മൾ എന്താ ടെസ്റ്റ് ആണെങ്കിൽ ടെസ്റ്റ് കീബോർഡിൽ അടിക്കും. അതുപോലെ മൗസ് എന്താണ് ആ കഴ്സറിന്റെ മൂവ്മെന്റ്സ് കാര്യങ്ങൾ. അതുപോലെ തന്നെ ക്യാമറ ഇപ്പോൾ വെബ് ക്യാം എന്താണ് ഒരു ഇൻപുട്ട് യൂണിറ്റ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ അതായത് ഡാറ്റ കമ്പ്യൂട്ടറിലൂടെ സ്വീകരിക്കുന്ന ഏതൊരു വഴിയെയും നമുക്ക് എന്ത് പറയാം, ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ വേറൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ ആധാർ കാർഡ് എന്ന് നമ്മൾ ഫിംഗേഴ്സ് ഇതാക്കും. അപ്പോൾ ആ ഫിംഗേഴ്സ് ഇതാക്കുന്ന ആ ഒരു ഇൻസ്ട്രുമെന്റ് ഒക്കെ അല്ലേ, അതൊക്കെ ഇൻപുട്ടാണ്. നമ്മൾ ഫിംഗറിന്റെ ആ ഡാറ്റ ഇങ്ങനെ സ്വീകരിക്കും. ഇങ്ങോട്ട് വരുന്നതൊക്കെ ഇൻപുട്ട് തന്നെ ഉള്ളിലോട്ട്. ഇപ്പൊ കമ്പ്യൂട്ടറിന്റെ ഉള്ളിലോട്ട് ചെല്ലുന്ന എല്ലാ കാര്യങ്ങളും ഇൻപുട്ട് യൂണിറ്റ്. ഇപ്പൊ നോക്കണം, ഇവിടെ മാഗ്നറ്റിക് ലൈറ്റ് ബാർകോഡ് റീഡർ നമ്മൾ ഇതിലൊക്കെ പോകുമ്പോൾ ടെക്സ്റ്റൈൽസിൽ അവിടെ ഇവിടെയൊക്കെ ബാർകോഡ് റീഡർ ഒക്കെ ഇൻപുട്ട് ഡിവൈസാണ്. അതുപോലെ തന്നെ സ്മാർട്ട് കാർഡ്, അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ്. ഇങ്ങനെയാണ് ഇൻപുട്ട് യൂണിറ്റ്. മനസ്സിലായോ? അടുത്താണ് CPU ഒന്നും കേൾക്കാത്ത ആരായിട്ടുണ്ടാവില്ല. CPUയുടെ ഫുൾ ഫോം ഉണ്ട്, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. CPU is a control center for a computer. കൺട്രോൾ സെന്റർ ആണെങ്കിൽ CPU പറയുന്നത് ഇത് അതെന്ത് ചെയ്യും, ഗൈഡ് ചെയ്യും, ഡയറക്റ്റ് ഗവേൺസ് ദ പെർഫോമൻസ്. അതിൻ്റെ ഗൈഡ് ചെയ്യാനും അതുപോലെ തന്നെ ഡയറക്റ്റ് ചെയ്യാനും, എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഡയറക്റ്റ് ചെയ്യാനും അതിന് ഗവേണൻസ് പെർഫോമൻസ് എന്ത് ചെയ്യാനും നിയന്ത്രിക്കാം. നിയന്ത്രിക്കാം. ഓക്കെ, ദ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ ആണ് ആര്, CPU എന്ന്. The main unit inside the computer central processing unit. The കമ്പ്യൂട്ടറിന്റെ ഉള്ളിലെ മെയിൻ ഒരു സാധനം central processing unit. Okay, central processing unit is a computer that is as brain as its human body. നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണ് നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത്, അതേ ഒരു ഫങ്ഷനിങ് അല്ലെങ്കിൽ അതേ ഒരു മെക്കാനിസം ആണ് CPU-യിലുള്ളത്, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിനുള്ളത്. This is a used to store programs സ്റ്റോർ ചെയ്യാനും, ഫോട്ടോസ് സ്റ്റോർ ചെയ്യാനും, ഗ്രാഫിക്സ് സ്റ്റോർ ചെയ്യാനും, ഡാറ്റ സ്റ്റോർ ചെയ്യാനും, ഒബേ ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങൾ നടപ്പിൽ വരുത്താനും അനുസരിക്കാനും ഈ ഡിവൈഡ് ടു 3 സബ് യൂണിറ്റ്. ഈ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിൽ നിന്ന് നമ്മൾ 3 ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ 3 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വന്നാണ് കൺട്രോൾ യൂണിറ്റ്. കൺട്രോൾ എന്താ കൺട്രോൾ യൂണിറ്റ്? Control unit controls and coordinates the activities all over the components of the computer. ഒരു കമ്പ്യൂട്ടറിന്റെ ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യുക. ഒരു കമ്പ്യൂട്ടറിൽ കുറേ പ്രവർത്തനങ്ങളുണ്ട്, അതൊക്കെ യോജിപ്പിക്കുക. അതുപോലെ തന്നെ കൺട്രോൾ ചെയ്യുക. ഓക്കെ, കൺട്രോൾ മീൻസ് അതിൻ്റെ എന്ത് ആക്ടിവിറ്റീസ് ആണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾക്കൊക്കെ ഹെൽപ്പ് ചെയ്യുക, അതിന് പ്രോസസ് ചെയ്യുക, കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരെ കൺട്രോൾ ചെയ്യുക. This unit accepts the input data and convert it to കമ്പ്യൂട്ടർ ബൈനറി സിസ്റ്റം. ഈ കൺട്രോൾ സിസ്റ്റം ആണ് പുറത്തുനിന്നുള്ള നമ്മൾ പറഞ്ഞ ഇൻപുട്ട് യൂണിറ്റ് ഉണ്ടല്ലോ, ഈ ഇൻപുട്ട് യൂണിറ്റിലൂടെ വരുന്ന കുറേ ഡാറ്റാസ് ഉണ്ട്. ഫോട്ടോസ് ആയിട്ടും ടൈപ്പിംഗ് ആയിട്ടും കഴ്സർ ആയിട്ടും ബാർകോഡ് ആയിട്ടും ഫിംഗർ പ്രിന്റ് ഡാറ്റ ആയിട്ടും അങ്ങനെ പല എന്തുണ്ടാവും, ഇൻപുട്ട് ഡാറ്റ ഉണ്ടാവും. ഈ ഇൻപുട്ട് ഡാറ്റനെ CPU ഒരിക്കലും, അതായത് എന്താ പറയുക, നമ്മൾ കമ്പ്യൂട്ടറിന് ഒരു ഭാഷയുണ്ട്, അതിന് നമ്മൾ ബൈനറി സിസ്റ്റം. ഓക്കെ, 0 1 എന്നൊക്കെ ഉപയോഗിച്ചുള്ള ഒരു കോഡാണ്. അത് ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നത്, ഈ ബൈനറി സിസ്റ്റം ഉപയോഗിച്ച് ഇതിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് അതിൻ്റെ കൺട്രോൾ യൂണിറ്റിന്റെ പണി. അടുത്ത രണ്ടാമത്തെ CPU-യുടെ കമ്പോണന്റ് ആണ് മെമ്മറി യൂണിറ്റ്. ദിസ് യൂണിറ്റ് സ്റ്റോർസ് ഡാറ്റ ബിഫോർ ബീങ് ആക്ച്വലി. ഇതാണ് എന്ത് ചെയ്യുന്നത്, ആക്ച്വലി ഇത് പ്രോസസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അത് സ്റ്റോർ ചെയ്യുന്നതാണ് മെമ്മറി യൂണിറ്റ്. മെമ്മറി നമുക്കറിയാലോ, മെമ്മറി കേൾക്കാത്ത ആരും ഉണ്ടാവില്ല. മെമ്മറി ഒക്കെ ഒന്ന് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. The data is stored is accessed and processed according to instructions which are also stored in the memory section of the computer. This data is transferred to memory from input device.
ഇവിടെ ഒരു ട്രാൻസ്ഫർ പ്രോസസ്സിന് വേണ്ടി ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പായിട്ട് സ്റ്റോർ ചെയ്യുന്നതാണ് മെമ്മറി യൂണിറ്റ് ഉണ്ട്, റാം എന്നൊക്കെ പറയുന്നത്. റാം ഒക്കെ പാർട്ട് ഓഫ് ദി മെമ്മറി യൂണിറ്റ്. The third one ആണ് arithmetic and logical units എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ ALU എന്ന് പറയുന്നത്. ഷോർട്ടായിട്ട് നമ്മൾ ഇതിന് എന്ത് പറയും? ALU. What is ALU? It is responsible for performing. ഇതാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ പ്രോസസ് ചെയ്യുന്ന പാർട്ട് ഇവരാണ് ചെയ്യുന്നത്. It's responsible for performing all arithmetic calculation of computer such as addition, subtraction, division, multiplication. Also കൂട്ടുക, കുറയ്ക്കുക, മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും എവിടെയാണ് നടക്കുന്നത്? അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റിലാണ്. അതുപോലെ തന്നെ ഇറ്റ് പെർഫോംസ് ലോജിക്കൽ ഫങ്ഷൻസ് ഇൻവോൾവ് ഇൻ ദ കമ്പാരിസൺ. അതായത് മൊത്തത്തിൽ പ്രോസസ് ചെയ്യുന്നത് ആരാണ്? അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ്. ദ ലാസ്റ്റ് വൺ അനദർ ഒരു കമ്പോണന്റ് ആണ് ഔട്ട്പുട്ട് യൂണിറ്റ്. ആഫ്റ്റർ പ്രോസസിംഗ് ദ ഡാറ്റ ടു എൻവേഴ്സ് ദ കൺവേർട്ട് ഔട്ട്പുട്ട് ഇൻ ഹ്യൂമൻ റീഡബിൾ ദാറ്റ് അൺറീഡബിൾ ബൈ ദ യൂസർ. നമ്മൾ പറഞ്ഞ ഒരു ബൈനറി സിസ്റ്റത്തിലാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതും പ്രോസസ് ചെയ്യുന്നതും. സോ അതിനെ നമുക്ക് കാണാനൊന്നും പറ്റില്ല. 0 1 1 അത് നമുക്ക് വായിക്കാൻ പറ്റില്ല. എന്നിട്ട് മനുഷ്യന്മാർക്ക് വായിക്കാൻ പറ്റുന്ന, കേൾക്കാൻ പറ്റുന്ന രൂപത്തിൽ ഇതിനെ കൺവേർട്ട് ചെയ്യുന്നത് ആരാ? അതാണ് ഔട്ട്പുട്ട് യൂണിറ്റ്. ദ കോമൺലി യൂസ്ഡ് ഔട്ട്പുട്ട് യൂസർ ഇൻക്ലൂഡ് മോണിറ്റർ, ആൾസോ കോൾഡ് വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്, പ്രിന്റർ. അപ്പൊ പ്രിന്റർ എന്താ? നമുക്ക് ഇങ്ങോട്ട് തരുന്നതാണ് ഔട്ട്പുട്ട് അല്ലെ. ഇൻപുട്ട് പറഞ്ഞാൽ ഉള്ളിലോട്ട്, ഔട്ട്പുട്ട് പറഞ്ഞാൽ പുറത്തോട്ട്. നമുക്ക് എന്താ സ്ക്രീനിലൂടെ നമുക്ക് വീഡിയോസ് ആയിട്ട് വിഷ്വൽസ് ആയിട്ട് നമുക്ക് കിട്ടുന്നു. ക്യാമറയിലൂടെ പിടിച്ചുള്ള വിഷ്വൽസ് നമുക്ക് ഏതിലൂടെ കിട്ടുന്നു? സ്ക്രീനിലൂടെ കിട്ടുന്നു. അതുപോലെ തന്നെ നമുക്ക് വേറൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോസ്. അതുപോലെ തന്നെ ഇപ്പോൾ പ്രിന്ററാണ് നമ്മൾ എഴുതിയ ടെക്സ്റ്റ് പ്രിന്ററിലൂടെ നമുക്കത് ആയിട്ട് കിട്ടുന്നു. അതുപോലെ തന്നെ സൗണ്ട് നമ്മൾ ഇതിന് സൗണ്ട് വരൂലേ, സ്പീക്കേഴ്സ്. ആ സ്പീക്കേഴ്സിലൂടെ തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കും. ഇതൊക്കെ ഔട്ട്പുട്ട് യൂണിറ്റ്. മനസ്സിലാവുന്നുണ്ട് ഇതൊക്കെ എന്താണെന്നുള്ളത്? അപ്പോൾ അതാണ് ജസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക എന്താണ് കാര്യങ്ങൾ എന്നുള്ളതൊക്കെ മനസ്സിലാക്കി. സോ ലിമിറ്റേഷൻ. സോ എന്തൊക്കെ ലിമിറ്റേഷൻ? ഫസ്റ്റ്, cost of installation. Computer hardware and software are needs to be updated from time to time with the ability of innovation. പുതിയ വേർഷൻസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് അപ്ഡേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ കമ്പ്യൂട്ടറിന് ഇതിനൊക്കെ എന്തുണ്ട്? ഒരു ചിലവുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പല സോഫ്റ്റ്വെയർസിനൊക്കെ എന്തുണ്ട്? നല്ല നല്ല എക്സ്പെൻസീവ്. ഓക്കെ, അതാണ് ഒന്നാമത്തെ ലിമിറ്റേഷൻ. ലിമിറ്റേഷൻ ആ ഒന്നാമത്തെ ഒരു പ്രോബ്ലം. ലിമിറ്റേഷൻ എന്നറിയില്ല, പരിമിതികൾ. ഓക്കെ, ദെൻ രണ്ടാമത്താണ് കോസ്റ്റ് ഓഫ് ട്രെയിനിങ്. ടു എൻഷുർ ദ എഫിഷ്യൻറ്റ് യൂസ് ഓഫ് കമ്പ്യൂട്ടർ ഇൻ അക്കൗണ്ടിങ് a new version hardware were introduced. These required training costs incurred the trained staff personnel. നമ്മൾ ആരെ ട്രെയിൻ ചെയ്യേണ്ടി വരും? നമ്മളെ സ്റ്റാഫിനൊക്കെ നമ്മൾ ട്രെയിൻ ചെയ്യേണ്ടി വരും. കാരണം ട്രെയിൻ ചെയ്താലേ അവർക്ക് പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതാണ് രണ്ടാമത്തെ ലിമിറ്റേഷൻ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇപ്പോൾ കോസ്റ്റ് ഓഫ് ട്രെയിനിങ് ആണല്ലേ, ട്രെയിൻ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ടാലി ഉള്ള സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് അറിയാലോ. ടാലി എല്ലാവർക്കും പോയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇല്ല, ടാലിയിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള, അക്കൗണ്ടിങ്ങിൽ എക്സ്പേർട്ട് ആയിരിക്കണം, ടാലിയിൽ നല്ല ടാലി ഉപയോഗിക്കും. പിന്നെ സെൽഫ് ഡിസിഷൻ മേക്ക്. അനദർ ഇതാണ് കമ്പ്യൂട്ടർ കനോട്ട് മേക്ക് ഡിസിഷൻ ലൈക്ക് ഹ്യൂമൻ ബീങ്. ഈസ് നോട്ട് ഗെറ്റ് ബൈ ദ യൂസ്. സോ നോക്കടാ, ഡിസിഷൻസ് സ്വന്തമായിട്ട് ആർക്കും എടുക്കാൻ പറ്റില്ലടാ. കമ്പ്യൂട്ടറിന് സെൽഫായിട്ട് ഓരോ ഡിസിഷൻസ് എടുക്കണം. അപ്പൊ ആ സമയത്ത് ഡിസിഷൻസ് ഒക്കെ എടുക്കേണ്ടത് ആരാ? കമ്പ്യൂട്ടർ ആരാണോ ഉപയോഗിക്കുന്നത് അയാളായിരിക്കും. മെയിൻ്റെനൻസ് ഓട്ടോമാറ്റിക്കലി മെയിൻ്റെനൻസ് ഉണ്ടാവും. കാരണം ഇപ്പോൾ ഈ ഏർലി ആണെങ്കിലും ഓരോരോ മെയിൻ്റെനൻസ് ചാർജസ് ഉണ്ടാവും. അതുപോലത്തെ കമ്പ്യൂട്ടർ റിക്വയർഡ് ടു മെയിൻറ്റെയിൻ പ്രോപ്പർട്ടി ഹെൽത്ത് എഫിഷ്യൻസി. ഇവിടെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ തന്നെ എന്താ പറയുക, കൃത്യമായിട്ട് അതിൻ്റെ റിപ്പയർസ് ഒക്കെ ഒന്ന് റിപ്പയർ ചെയ്യേണ്ടതും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ നീറ്റ് ആൻഡ് ക്ലീനിൽ കൊണ്ട് നടക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ നോക്കെ കൺട്രോൾഡ് ടെമ്പറേച്ചർ ടു ഒക്കെ എക്സ്റ്റെൻഡ്. ഇവിടെ ശരിക്കും ഇപ്പം നമുക്കറിയാം ചില വലിയ സോഫ്റ്റ്വെയർ കമ്പനീസിലൊക്കെ ഈ കമ്പൽസറി ആയിട്ട് അവർ വെച്ചിട്ടുണ്ടാവും. വൈ? കാരണം എ സി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ കമ്പ്യൂട്ടറിന് കറക്റ്റ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാറ്. പിന്നെ ഡിഗ്രീസ് ഫോർ ഹെൽത്ത്. Executive use computer may lead to many health problems such as muscular pain, eye strain, backache.
നമുക്ക് പല പല ഹെൽത്ത് ഇഷ്യൂസും കാരണത്തിനാവാം. ഓക്കെ, കാരണം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി അടുത്താണ് റോൾ ഓഫ് കമ്പ്യൂട്ടറിങ് അക്കൗണ്ടിങ്. എന്തിനൊക്കെയാണ് അക്കൗണ്ടിങ്ങിൽ ഇത് ചെയ്യുന്നത്? മോസ്റ്റ് പോപ്പുലർ system in recording of accounting transaction manual where requires maintaining and such as journal cash book. ഇവിടെ നമ്മൾ പഠിച്ചതൊക്കെ ഇല്ല, അതൊക്കെ മാനുവൽ ആയിട്ട് എങ്ങനെയാണ് ചെയ്യുക. മാനുവലായിട്ട് നമ്മൾ കൈകൊണ്ട് ഓരോ എൻട്രീസ് എഴുതിയിട്ട് എങ്ങനെ ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, വെരി capable performing. Okay, ഇനി നമ്മുടെ following components of a computer are accounting software. താഴെ പറയുന്നതാണ് എന്ത് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ നമ്മുടെ അക്കൗണ്ടിങ് ഇതിൽ ചെയ്യുന്നത്. ഒന്ന്, പ്രിപ്പറേഷൻ ഓഫ് അക്കൗണ്ടിങ് ഡോക്യുമെന്റ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു ജസ്റ്റ് ഒരു വെയിറ്റ്. കുറച്ച് നേരത്തേക്ക് ഇന്ന് സ്റ്റെക്കായി തോന്നുന്നു. വെയിറ്റ്. ഓക്കേടാ, ജസ്റ്റ് ഒരു ടെക്നിക്കൽ എറർ ആയിരുന്നു. ഓക്കെ, നൗ ഇറ്റ്സ് എവറിത്തിങ് ഇസ് ഫൈൻ. ഓക്കെ, കം ടു ദ പോയിന്റ്. ഇവിടെ നിന്ന് സ്റ്റോപ്പ് ആയത്? ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ആയത്. അപ്പൊ സെൽഫ് ഡിസിഷൻ മേക്കിംഗ് ഇല്ല, അതുപോലെ തന്നെ മെയിൻ്റെനൻസ് ചാർജും ഉണ്ടാവും. ഓക്കെ, ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ആയത്. അപ്പോൾ ഓക്കെ, ഫൈൻ. അപ്പോൾ അതുപോലെ തന്നെ ഡേഞ്ചറസ് ഫോർ ഹെൽത്ത്. എന്താ ഹെൽത്ത് ഇഷ്യൂസ്, മെനി ഹെൽത്ത് ഇഷ്യൂസ് മേ ബി കാരണം. അതാണ് റോൾ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇൻ അക്കൗണ്ടിങ്. അക്കൗണ്ടിങ് ഇതിൽ നമ്മൾ ചെയ്യുമ്പോൾ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് അക്കൗണ്ടിങ്ങിന് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും? ഫസ്റ്റ് ആണ് പ്രിപ്പറേഷൻ ഓഫ് അക്കൗണ്ടിങ് ഡോക്യുമെന്റ്സ്. എന്താണ് കമ്പ്യൂട്ടർ ഹെൽപ്പ് പ്രിപ്പയറിംഗ്. അതെന്താ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന റോൾ ഓഫ് കമ്പ്യൂട്ടർ ഇൻ അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു കമ്പ്യൂട്ടറിന് ചെയ്യേണ്ടത്? ഫസ്റ്റ് ആണ് കമ്പ്യൂട്ടർ ഹെൽപ്പ് ടു പ്രിപ്പയർ അക്കൗണ്ടിങ് ഡോക്യുമെന്റ്സ് ലൈക്ക് ക്യാഷ് മെമ്മോ, ബിൽസ്, ഇൻവോയ്സ്. ഇന്നറിയാം, നമ്മൾ കാണുന്നപ്പോൾ ആമസോണിനോ ഫ്ലിപ്കാർട്ടിനോ എന്തെങ്കിലും പ്രൊഡക്റ്റ് എന്ത് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ എവറിതിങ് ബേസ്ഡ് ഓൺ അക്കൗണ്ട്. അവർക്ക് എന്താ പറയുക, പ്രിന്ററിലൊക്കെയാണ് ചെയ്യുന്നത്, അല്ലാതെ എഴുതി തരികയാണ്. അപ്പോൾ പണ്ടത്തെ പോലെ അല്ല, എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ്. അപ്പൊ അങ്ങനത്തെ ഡോക്യുമെന്റ്സ് പ്രിപ്പയർ ചെയ്യാൻ ആര് ഹെൽപ്പ് ചെയ്യും? കമ്പ്യൂട്ടർ ഹെൽപ്പ് ചെയ്യും. റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷന് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ടാലി പോലെ സോഫ്റ്റ്വെയറില് അതൊക്കെ എന്തിനു ഹെൽപ്പ് ചെയ്യും? അതൊക്കെ റെക്കോർഡ് ചെയ്യാൻ നമ്മളിങ്ങനെ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. പർച്ചേസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓരോ എൻട്രീസും നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. അത് ജസ്റ്റ് അതിൽ ജസ്റ്റ് ഒരു എൻട്രി ഇട്ടാൽ മതി. എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടാലിയിലൊക്കെയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് എൻട്രി ഇടാം. നമ്മൾ ടാലിയുടെ കോഴ്സ് കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ആവശ്യമുള്ളവർ ഒരു 1000 റുപ്പീസിൽ നിങ്ങൾക്ക് ടാലിയുടെ വേണമെങ്കിൽ മേടിക്കാം. ഓക്കെ, ഒരു നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്യാം. അതുപോലെ തന്നെ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ് ആൻഡ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റും ട്രയൽ ബാലൻസും നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒരു ക്ലിക്ക് തന്നെ ട്രയൽ ബാലൻസ് കിട്ടും. അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ ഏത് സമയത്തും കിട്ടും. പണ്ടൊക്കെ നമ്മളുടെ ഇയർലി മാത്രം പ്രിപ്പയർ ചെയ്യും, അതായത് ഒരു വർഷാവസാനം മാത്രമാണ് എന്ത് ചെയ്യുന്നത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലൊക്കെ ചെയ്യും. അപ്പൊ അങ്ങനെയല്ല, ഏത് സമയം നമുക്ക് എടുക്കാം. ഒരു ക്ലിക്കിലൂടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ട്രയൽ ബാലൻസ്, എന്ത് റിപ്പോർട്ട്സ് നമുക്ക് എടുക്കാം ജസ്റ്റ് ഒരു ക്ലിക്ക്. റെക്കോർഡിംഗ് ഓൺ ട്രാൻസാക്ഷൻ റെസ്പെക്ട് സെയിൽസ്, പർച്ചേസ്, ലെഡ്ജർ, ട്രയൽ ബാലൻസ്, പിന്നെ ട്രേഡിംഗ് ആൻഡ് ഈ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത് എന്താ? നമ്മുടെ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, കമ്പനിയുടെ അസറ്റും ലയബിലിറ്റിയും എത്രത്തോളം ഉണ്ട് എന്ന് കാണിക്കുന്ന ഒരു അക്കൗണ്ട് ആണ് എന്ത് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. പിന്നെ അടുത്താണ് എന്ത് സാലന്റ് ഫീച്ചേഴ്സ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. എന്താണ് ഇവിടെ എന്തുകൊണ്ടാണ് കമ്പ്യൂട്ടർ നമുക്ക് അക്കൗണ്ടിങ് ഇതിൽ നമുക്ക് ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്താണ് കാര്യങ്ങളാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇനി അത് മനസ്സിലായല്ലോ. അപ്പൊ അതൊക്കെയാണ് എന്തൊക്കെയാണ് അതിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഫോളോയിങ് ആസ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് റിക്വയർഡ് ടു സോഫ്റ്റ്വെയർ. എന്താ? ഫസ്റ്റ് സിമ്പിൾ ആൻഡ് ഇന്റഗ്രേറ്റഡ്. സിമ്പിൾ ആണ്, ഇന്റഗ്രേറ്റഡ്. They are designed to automate and integrate all business operations such as sales, finance, inventory, manufacturing. ഇപ്പൊ ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ നമ്മളെ സ്റ്റോക്ക്, വലിയ വലിയ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം സ്റ്റോക്ക് ഒക്കെ കൃത്യമായിട്ട് മാനേജ് ചെയ്യുക, അതുപോലെ തന്നെ സെയിൽസ് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ട്, അങ്ങനത്തെ ഒക്കെ നോക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി 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 ഡിഫിക്കൽട്ട്. അതൊക്കെ നമുക്ക് സിമ്പിളാണ് എന്ന് പറയാൻ, സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇന്റഗ്രേറ്റഡ്, ഇത് എല്ലാ കാര്യങ്ങളും കണക്ട് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാക്കാനും ചെയ്യാനും പറ്റും എന്നുള്ളതാണ് ഫസ്റ്റ് ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ട്രാൻസ്പാരൻസി ആൻഡ് കൺട്രോൾ. സി
CS എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമ്മൾ ഇതിന്റെ ഷോർട്ട് ഫോം എന്താ, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം, അതാണ് CS-ന്റെ ഫുൾ ഫോം. ദ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ അങ്ങനെയും പറയാം. ഓക്കെ, അപ്പൊ നോക്കിയോ CS എന്ന് പറഞ്ഞാൽ എന്താ, പ്രൊവൈഡ് സഫിഷ്യന്റ് ടൈം പ്ലാൻ ടു ഇൻക്രീസ് ഡാറ്റ ആക്സസിബിലിറ്റി ആൻഡ് എൻഹാൻസ്ഡ് യൂസർ സാറ്റിസ്ഫാക്ഷൻ. നമ്മൾ സാധാരണ ചെയ്യുന്നതിനേക്കാൾ പെട്ടെന്ന് കാര്യങ്ങൾ സഫിഷ്യന്റ് കുറഞ്ഞ സമയത്ത് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ. ഇത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്. ഓക്കെ, അതുപോലെ തന്നെ ഓർഗനൈസേഷൻ ഹാവ് ഗ്രേറ്റ് ട്രാൻസ്പാരൻസി ഡേ ടു ഡേ ബിസിനസ് ഓപ്പറേഷൻസ് ആൻഡ് വൈറ്റൽ ഇൻഫർമേഷൻ. ഇവിടെ നോക്കി, ഡേ ടു ഡേ എക്സ്പെൻസ് പോലും ഡേ ടു ഡേ എല്ലാ കാര്യങ്ങളും നമുക്ക് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യാനും അത് കാര്യങ്ങളൊക്കെ മുന്നോട്ട് ചെയ്യാനും വളരെ സിമ്പിളായിട്ട് പറ്റും. അതിന് കൂടുതൽ സമയം എടുക്കില്ല, വളരെ ലിമിറ്റഡ് സമയം മതി, ഇതും വേണ്ട. ദാറ്റ്സ് ദ ബെനിഫിറ്റ് ഓഫ് എന്ത് CS. Accuracy and speed. CS provide user definable templates, forecast and accuracy transactions also to generate detailed documents and reports. റിപ്പോർട്ട്സ് ഞാൻ പറഞ്ഞില്ല, അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, അപ്പോൾ നേരത്തെ പോലെ കുറേ സമയമൊന്നും വേണ്ട. അപ്പോൾ സിമ്പിളായിട്ട് ഒരൊറ്റ ക്ലിക്ക് തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടോ വാട്ട് എവർ വ്യൂ വേണ്ട നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതിൽ കൂടുതൽ സമയം ഒന്നും ആവശ്യമില്ല. ഓക്കെ, എത്ര ബെനിഫിറ്റ്. അക്യുറസി ആണ്, തെറ്റില്ലടാ, നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ തെറ്റ്, പക്ഷെ കമ്പ്യൂട്ടറിൽ തെറ്റ് ഒരു തവണ പോലും എന്ത് ചെയ്യില്ല, തെറ്റില്ല. അതൊക്കെ ബെനിഫിറ്റ് ഓഫ് അക്യുറസി. Scalability. CSR enables change the volume of data processing in tune with the changing size of business. ബിസിനസിന്റെ സൈസ് ചെയ്ത് എത്ര വലുതായാലും കുഴപ്പമില്ല. ഇപ്പോൾ നമ്മുടെ റിയലൻസി, ടാറ്റൊക്കെ വലിയ വലിയ കമ്പനീസ് അല്ല, അത്രയും എമൗണ്ട് ഓഫ് ഡാറ്റ പോലും അവർക്ക് ഈസിലി എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, സ്കെയിലബിലിറ്റി. CS are make sure and generate critical financial information accurate and controlled and secure. കൺട്രോൾഡ് ആയിട്ടും സെക്യൂർ ആയിട്ടും എന്ത് ചെയ്യാൻ പറ്റും, അവൈലബിലിറ്റി, നമുക്ക് വിശ്വസിക്കാൻ പറ്റും ആ ഡാറ്റ. കാരണം എന്താ വെച്ചാൽ അത്രയും അക്യൂറസിയോട് കൂടിയാണ് ഓരോ ഡാറ്റയും എന്ത് ചെയ്യുന്നത്, പ്രിപ്പയർ ചെയ്യുന്നത്. പെർഫോമിങ് വേരിയസ് ഫംഗ്ഷൻ വിത്ത് അക്യൂറസി, പല പല എന്ത് ചെയ്യും കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഈ സെന്റൻസ് ഒന്ന് വായിക്കാം. Accounting software used to perform function of accounting. The software function on the concept of the database. As discovered, accounting software eliminates the process of posting transactions into ledger. That when transaction enter the computer system, as a posting ledger automatic. നമ്മൾ നോക്കണ ജസ്റ്റ് ഒരു ജേണൽ എൻട്രി ഇടുമ്പോൾ തന്നെ അതിന്റെ പോസ്റ്റിങ്ങും അത് ട്രയൽ ബാലൻസിലോട്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ടും ബാലൻസ് ഷീറ്റിലൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് പോസ്റ്റ് ചെയ്യും. നമ്മൾ വെറുതെ ജേണൽ മാത്രം ബാക്കി കമ്പ്യൂട്ടർ ചെയ്യുന്നത്. ഓക്കെ, അതൊക്കെ ഓട്ടോമാറ്റിക് ആണ്. The software is also designed that transactions are once entered automatically transported to ledger account. അതുപോലെ തന്നെ ജേണലിൽ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ലെഡ്ജറിലോട്ട് കൊണ്ടുപോകും. In the present times, a number of accounting packages are available. Shelf marketing, they do variety of jobs listed below. മാത്രമല്ല ഇപ്പോഴത്തെ എന്താ പറയുക, അക്കൗണ്ടിങ് സിസ്റ്റംസ് ഒക്കെ ഒന്നുകൂടെ ബെറ്റർ ആണ്, കൂടുതൽ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ക്യാപ്പബിളാണ്. ഓൺലൈൻ ഇൻപുട്ട് സ്റ്റോറേജ് ഓഫ് അക്കൗണ്ടിങ്, അതുപോലെ തന്നെ ഇതന്നെ എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്തോളും. അവർക്ക് നമ്മൾ എന്ത് ചെയ്യും, ഓൺലൈൻ ഇൻപുട്ട് എപ്പോൾ വേണമെങ്കിൽ നമുക്കിപ്പോൾ ഇതിൻ്റെയൊക്കെ ക്ലൗഡ് ഉണ്ടാവും. ഇപ്പോൾ ടാലി ആണെങ്കിൽ ആളുടെ ക്ലൗഡ് ഉണ്ടാവും, എപ്പോൾ പോയി ആവശ്യപ്പെട്ടാൽ ഡാറ്റ. ഈ 10 വർഷത്തെ മുമ്പത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് എല്ലാം അവിടെ നിന്ന് വെക്കാം, ഇതുണ്ടാവും. ഓക്കെ, ഓൺ സ്ക്രീൻ ഓർ ഫിസിക്കൽ ഔട്ട്പുട്ട് ജനറേഷൻ. നമുക്കിത് ഫിസിക്കലായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് പ്രിന്റ് എടുത്താൽ മതി. പ്രിന്റ് എടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫിസിക്കലായിട്ട് കിട്ടും. അല്ലെങ്കിൽ ഓൺലൈനായിട്ട് നമുക്ക് എക്സൽ പോലുള്ള ഷീറ്റിൻ്റെ എക്സൽ ഷീറ്റിലൊക്കെ നമുക്ക് എന്ത് ചെയ്യും, ഇതിൻ്റെ ഡാറ്റാസ് അറ്റ് എനി ടൈം അറ്റ് എനി സമയത്ത് കിട്ടും. പ്രിന്റഡ് ആൻഡ് വൗച്ചേഴ്സ് ഓഫ് ഇൻവോയ്സ്. ഇപ്പോൾ പറഞ്ഞുതരാം, ഈ ഇൻവോയ്സ് അടിക്കുക എന്ന് പറയുന്നത്, ഇൻവോയ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സെയിൽ നടന്നു, ഒരു സെയിൽ നടന്നു പറഞ്ഞാൽ ഒരു കച്ചവടം നടന്നു. അതിന് വെച്ചാൽ അതിൻ്റെ എന്താ പറയുക, ഇൻവോയ്സ് നമ്പർ, എത്ര രൂപയാണ് പേയ്മെന്റ് ചെയ്യേണ്ടത്, കാര്യങ്ങളൊക്കെ ഫുൾ ഡീറ്റെയിൽസ് എവിടെ നിന്നുണ്ടാവും, ആ ഇൻവോയ്സ് നമ്പർ ഉണ്ടാവും. ആ ഇൻവോയ്സ് ഒക്കെ നമ്മൾ എവിടെ നിന്ന്, ടാലി എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ, ജസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ടാലി, അക്കൗണ്ടിങ്ങിൽ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ടാലി നമുക്ക് ഇൻവോയ്സ് അടിക്കാം, എന്ത് പേയ്മെന്റിന്റെ എന്ത് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏത് ഡോക്യുമെന്റ്സ് കിട്ടും. പ്രിന്റ് ഔട്ട് ഓഫ് ലെഡ്ജേഴ്സ് ആൻഡ് അതർ ബുക്സ് ഓഫ് അക്കൗണ്ട്, ഓരോ ലെഡ്ജേഴ്സിന് പ്രിന്റ് ഔട്ട് വേണമെങ്കിൽ എടുക്കാം. അതുപോലെ തന്നെ ഏതെങ്കിലും ബുക്സ് ഓഫ് അക്കൗണ്ട് വേണം. അതുപോലെ റെക്കോർഡിംഗ് സപ്ലൈസ് ഇൻവോയ്സസ് നമുക്ക് റെക്കോർഡ് ചെയ്യാം. പിന്നെ അപ്ഡേറ്റിംഗ് കസ്റ്റമർ സെയിൽസ് ലെഡ്ജർ അത് ചെയ്യാം. റെക്കോർഡിംഗ് ഓഫ് ബാങ്ക് റെസീപ്റ്റ് അത് ചെയ്യാം. മേക്കിംഗ് പേയ്മെന്റ് സപ്ലൈഡ് ഫോർ ദ എക്സ്പെൻസ്. ചിലതിൽ നമുക്കിത് എക്സ്പെൻസ് ഓട്ടോമാറ്റിക് പേയ്മെന്റ് വരെ സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഒരു ട്രാൻസാക്ഷൻ അതിന്റെ പേയ്മെന്റ് വരെ കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. മാസം 16 രൂപയുടെ പർച്ചേസ് ആണെന്ന് വിചാരിച്ചു, ഓട്ടോമാറ്റിക്കലി സിസ്റ്റം തന്നെ ആ പർച്ചേസ് എന്ത് ചെയ്തോളും,
ഓട്ടോമാറ്റിക് ചെയ്തോളും. മെമ്പേഴ്സ് ഓഫ് സ്റ്റോക്ക് ഉണ്ടാവില്ലടാ, നമ്മുടെ ഇതിൽ എത്ര ഗുഡ്സ് ഉണ്ട്, നമ്മൾ ഈ പർച്ചേസ് നമ്മൾ അടിക്കുന്നതിനനുസരിച്ച് തന്നെ ആ സ്റ്റോക്കിന്റെ കാൽക്കുലേഷൻ ഓട്ടോമാറ്റിക് സംഭവിക്കും. ഓക്കെ. പിന്നെ ഏജ്ഡ് ഡെപ്റ്റർ സമ്മറി. ഏജ്ഡ് ഡെപ്റ്റർ സമ്മറി എന്ന് പറഞ്ഞാൽ കൂടുതൽ സമയത്തേക്ക് എന്താ പറയാ, എത്ര വർഷമായി, എത്ര ഇപ്പൊ കടത്തിനൊക്കെ മേടിച്ച ആൾക്കാരുണ്ട്, എത്ര സമയമായി, എത്ര അവർ മേടിച്ചിട്ട് ഒരുപാട് വർഷമായി കാര്യങ്ങൾ. പിന്നെ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഇതൊക്കെ ആര് പ്രിപ്പയർ ചെയ്തോളും? നമ്മുടെ അക്കൗണ്ടിങ് സിസ്റ്റം പ്രിപ്പയർ ചെയ്തോളും. പിന്നെ സെപ്പറേറ്റ് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ സ്റ്റോക്ക് വാല്യുവേഷൻ. സ്റ്റോക്ക് വാല്യുവേഷൻ ഞാൻ ആൾറെഡി പറഞ്ഞു. സ്റ്റോക്ക് വാല്യുവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ സ്റ്റോക്ക് എത്ര ഉണ്ടെന്നുള്ളത്. പിന്നെ പേറോൾ അനാലിസിസ്. നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ സാലറി കൊടുക്കാണ്ടെന്ന് വിചാരിച്ചു, സാലറി നമ്മളിങ്ങനെ പോയി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കൊരു ഓട്ടോ പേയ്മെന്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിങ്ങനെ പോയിക്കോളും. ഓക്കെ. പക്ഷെ അക്കൗണ്ടിൽ ബാലൻസ്. പിന്നെ സ്റ്റാറ്റുട്ടറി റിട്ടേൺസ് സച്ച് ആർ വാറ്റ് ആൻഡ് വേരിയസ്, നമ്മുടെ GST, അതുപോലെ തന്നെ ഇൻകം ടാക്സ്, ഇതൊക്കെ നമ്മൾ ഏതിൽ ചെയ്യുക? ഇതൊക്കെ ഇപ്പം ശരിക്കും മാനുവലായിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ് ഇമ്പോസിബിൾ ആണ് ഇന്നത്തെ പ്രസന്റ് കണ്ടീഷൻ്റെ കാരണം അത്രയും വലിയ കമ്പനീസ്, ഈ കമ്പനീസിൻ്റെ ഒക്കെ നമ്മൾ മാനുവലായിട്ട് ചെയ്യാൻ വർഷങ്ങൾ എടുക്കും. ഇന്നെന്ന് പറയുന്നത് ഈ സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ടായതുകൊണ്ട് എത്ര പെട്ടെന്നാണ് നമുക്ക് ഇതിന്റെ കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഗ്രൂപ്പ് ഓഫ് അക്കൗണ്ട്. ഓക്കെ. അക്കൗണ്ടിങ് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അസറ്റ് ലയബിലിറ്റി നമ്മൾ ഇക്വേഷൻസ് ഒക്കെ പറഞ്ഞില്ലടാ, ഇതൊക്കെ നമ്മളെന്താണ്, നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇനി നോക്കിക്കോ, നമുക്ക് എന്നാലും ജസ്റ്റ് ഒന്ന് പറയാം, ഇതൊക്കെ നമ്മൾ ആൾറെഡി കുറെ ഡിസ്കസ് ചെയ്തതാണ് കേട്ടോ. ദ ഗ്രൂപ്പിംഗ് ഓഫ് അക്കൗണ്ട്, ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ് കൂടുമ്പോൾ ചേഞ്ച് ഇൻ ദ വോളിയം ആൻഡ് സൈസ് ഓഫ് ബിസിനസ്, so it is necessary have proper classification of data. The classification different accounts embedded in transaction are restored through the accounting equation. അക്കൗണ്ടിങ് ഇതിന് നമ്മൾ ഗ്രൂപ്പിംഗ് കൂടെ ആവശ്യം, ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷെ ഒന്നിനെ ശ്രദ്ധിച്ചു. ഓക്കെ. എക്സാം വൈസ് അത്ര ചോദിക്കാൻ ചാൻസ് ഇല്ല, എന്നാലും ശ്രദ്ധിക്കുക. ഓക്കെ. അക്കൗണ്ടിങ് ഇക്വേഷൻ നമ്മൾ ആൾറെഡി പഠിച്ചതാണ്. എന്താണ്? അസറ്റ് ഇസ് ഈക്വൽ ടു എന്താ, ഇക്വിറ്റി എന്ന് പറയുന്നത് എന്താ, ലയബിലിറ്റി പ്ലസ് എന്താ, ഇതിന്റെ എ എന്ന് പറയുന്നത് എന്താ, അസറ്റ് ഇസ് ഈക്വൽ ടു ഇക്വിറ്റി. ഇക്വിറ്റി എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലുണ്ടാവും. ഓരോ കൊടുത്ത ഫണ്ടാണെങ്കിൽ നമ്മൾ അതിന്റെ ക്യാപിറ്റൽ എന്ന് പറയും, കടത്തിന് മേടിച്ചാണെങ്കിൽ ലയബിലിറ്റി എന്ന് പറയും. അസറ്റ് ഇസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. ഓക്കെ. ഇതാണ് നമ്മുടെ അക്കൗണ്ടിങ് ഇക്വേഷൻ. ഓക്കെ. അതിന്റെ ഓരോന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അസറ്റ് ഇസ് ഈക്വൽ ടു. ഓക്കെ. അപ്പൊ ചെയ്യണം. ഈ റവന്യൂ എന്ന് പറഞ്ഞാൽ എന്താ? റവന്യൂ ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് നമ്മൾ നോക്കണം. മീൻ ഇൻഫ്ലോ ഓഫ് റിസോഴ്സ് വിച്ച് റിസൾട്ട് ഫ്രം ദി സെയിൽ ഓഫ് ഗുഡ്സ്. സെയിൽ ഓഫ് ഗുഡ്സ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പൈസ ഉണ്ടല്ലോ, ആ പൈസയാണ് റവന്യൂ എന്ന് പറയുന്നത്. ഓർ സർവീസ്, എല്ലാത്തിനും ഗുഡ്സ് ആവണമെന്നില്ല, സർവീസ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ. ഓക്കെ ആണല്ലോ, മനസ്സിലായോ? ഓഫ് ബിസിനസ് ഇൻക്രീസ് ഇൻ ക്യാപിറ്റൽ എക്സ്പെൻസ് സിംപ്ലി ദ കൺസപ്ഷൻ ഓഫ് റിസോഴ്സസ് ഇൻ ജനറൽ. ഇനി ഫിക്സഡ് അസറ്റുകളുണ്ട്. അസറ്റിൽ തന്നെ നമ്മൾ വീണ്ടും ക്ലാസിഫിക്കേഷൻ. അതിൽ തന്നെ ഫസ്റ്റ് ആണ് ആ ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് കാലത്തേക്ക് ഉപയോഗിക്കുന്നതിനെ പറയുന്നതാണ് ആ ഫിക്സഡ് അസറ്റ്. ഓക്കെ. ഫോർ എക്സാമ്പിൾ ലാൻഡൊക്കെ നമ്മൾ ഒരുപാട് കാലത്തേക്ക്, ബിൽഡിങ്സ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, എക്യുപ്മെന്റ്സ്, ഫർണിച്ചർ ആൻഡ് അതേഴ്സ്, ഇതൊക്കെ ഏതിൽ വരും? ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റിന് ഡിഫറെന്റ് കാറ്റഗറീസ്, ലാൻഡ്, ബിൽഡിങ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, എക്യുപ്മെന്റ്സ്, ഇതൊക്കെ ഫിക്സഡ് അസറ്റിൽ വരാം. ഫിക്സഡ് അസറ്റ് ആണ് ഒരു വലിയൊരു കാലത്തേക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഈ കറണ്ട് അസറ്റ് ഉണ്ട്, ക്യാഷ്, ബാങ്ക്, ഡെപ്റ്റേഴ്സ്, ഇൻവെന്ററീസ്, ലോൺസ് ആൻഡ് അതേഴ്സ്. ക്യാഷ് നമ്മളിങ്ങനെ എപ്പോഴും ഇങ്ങനെ ഫിക്സ് ആക്കി വെച്ചുകൊണ്ടിരിക്കുക ഇല്ല, ക്യാഷ് വരും പോവും. ബാങ്കിൽ തന്നെ എമൗണ്ട്സ് കുറെ വരും പോവും. മനസ്സിലാവും. അതിനൊരു ഫിക്സഡ് ഒരു ഇതില്ല. അപ്പൊ അത് നമ്മൾ കറണ്ട് അസറ്റ്. കറണ്ട് പറഞ്ഞാൽ വരിക പോവുക, ഫ്ലോ ഉണ്ടാവും. ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പൈസ തരാനുള്ളത്, ഒരു പൈസ തരും, വീണ്ടും പർച്ചേസ് ചെയ്യും, വീണ്ടും പർച്ചേസ് ചെയ്യും, ദാറ്റ് ഈസ് കോൾഡ് ഡെപ്റ്റേഴ്സ്. പിന്നെ എന്താ ഇൻവെന്ററീസ് ആണ് നമ്മുടെ ഇപ്പോൾ ഒരു സ്റ്റേഷനറി കടയാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റേഷനറി കടയിലുള്ള സാധനങ്ങളാണ് എന്താ പറയുന്നത്, അതായത് ക്ലോസിംഗ് സ്റ്റോക്ക്, കോൾഡ് ക്ലോസിംഗ് സ്റ്റോക്ക്. പിന്നെ ലോൺസ് ആൻഡ് അഡ്വാൻസ്, ലോൺ എടുക്കും തിരിച്ച് കടക്കും, ഇതൊക്കെ എന്താണ്, അല്ലെങ്കിൽ ലോൺ കൊടുക്കും തിരിച്ചു മേടിക്കും, ലോൺ കൊടുക്കും തിരിച്ചു മേടിക്കും, ഇതൊക്കെ എന്താണ്, കറണ്ട് അസറ്റ്. അതൊക്കെ എന്താണ്, കറണ്ട്. പിന്നെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താ, ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, റിസർവ് ആൻഡ് സർപ്ലസ്. ഓക്കെ. ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഓണേഴ്സ് കൊണ്ടുവരുന്ന ഫണ്ടാണ് ഷെയർ ക്യാപിറ്റൽ. റിസർവ് ആൻഡ് ക്യാപിറ്റൽ പല നിങ്ങൾ ഇതിനെ പറ്റി കൂടുതലായിട്ട് ഇപ്പോൾ പഠിക്കേണ്ട ആവശ്യം. പല കാര്യങ്ങളും നമ്മൾ പൈസ മാറ്റി വെച്ചിട്ടുണ്ട്, റിസർവ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഭാവിയിൽ മുമ്പുള്ള പോക്കിന് വേണ്ടിയിട്ട്. അപ്പൊ അത് പലതരമുണ്ട്. ക്യാപിറ്റൽ റിസർവ്, ജനറൽ റിസർവ്, ബാലൻസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്.
ഈ ബാലൻസ് പ്രോഫിറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് ആണ്. ഈ ക്യാപിറ്റൽ റിസർവും ജനറൽ റിസർവും ഒക്കെ പറയുന്നുണ്ട്, ഇതൊക്കെ പ്രോഫിറ്റ് എന്ന് മാറ്റി വെക്കുന്ന എമൗണ്ട്സ് ആണ്. ഇതൊക്കെ പല പല എന്താ പറയാ, പല പല സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസിന് വേണ്ടിയിട്ട്, പല പല കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കുക. ഓക്കെ, അടുത്താണ് ലയബിലിറ്റീസ്. ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ കടങ്ങൾ അല്ലെങ്കിൽ ലയബിലിറ്റി. ലയബിലിറ്റീസിന് പല പല ലോൺസ് ഉണ്ട്. ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ചു കൊടുക്കേണ്ട പൈസ. അതിനുള്ള സെക്യൂർഡ് ലോൺസ് ഉണ്ട്. സെക്യൂർഡ് ലോൺസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സെക്യൂരിറ്റി കൊടുത്ത ലോണിനാണ് സെക്യൂർഡ് ലോൺസ്. ഇപ്പോൾ നമ്മൾ ലാൻഡ് കൊടുത്തിട്ടാണ് ലോൺ എടുത്തിട്ടുള്ളത്, ലാൻഡ് സെക്യൂരിറ്റി ആയിട്ട് വെച്ചിട്ടാണ് നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നത്, സെക്യൂർഡ് ലോൺസ്. അൺസെക്യൂർഡ് ലോൺസ് ആണ് സെക്യൂരിറ്റി ഇല്ലാതെ ജസ്റ്റ് പേഴ്സണൽ, നമ്മുടെ പേഴ്സണൽ അഷുറൻസിന്റെ പുറത്തായിരിക്കും ലോൺ വന്നിട്ട്. അപ്പം അങ്ങനെ ലയബിലിറ്റീസ് അത് വരാം. പിന്നെ ക്രെഡിറ്റ് പറഞ്ഞാൽ നമുക്ക് പൈസ തരാനുള്ള ആൾക്കാരെ ക്രെഡിറ്റേഴ്സ് എന്ന് പറയാം. ഓക്കെ, പിന്നെ പ്രൊവിഷൻസ് പറഞ്ഞാൽ എന്താ പറയുക, ഭാവിയിൽ എന്തെങ്കിലും ത്രെട്ട് വരാണ്ടെന്ന്. സപ്പോസ് നമ്മുടെ കമ്പനിയെ പറ്റി ഒരു കേസ് കോർട്ടിൽ നടക്കുന്നുണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ആ കോർട്ടിൽ അവിടെ ഫൈൻ വരാൻ നമുക്ക് ചാൻസ് ഉണ്ട്. കാരണം നമുക്ക് ഡിഫോൾട്ട് ഉണ്ട്, അതൊക്കെ ഒരു പ്രശ്നമാണ്. അങ്ങനെ വെച്ചാൽ അവിടുന്ന് ഒരു പെനാൾട്ടി ജനറേറ്റ് ചെയ്യാൻ ചാൻസ് ഇല്ല. അവിടുന്ന് ഒരു പെനാൾട്ടി, ഇപ്പോൾ സപ്പോസ് 1,00,000 പെനാൾട്ടി എന്ന് വിചാരിച്ചു. അങ്ങനെ വെച്ചാൽ ആ 1,00,000 അടക്കാൻ വേണ്ടിയിട്ട് കമ്പനി മാറ്റി വെച്ചിട്ടുള്ള എമൗണ്ട് ആണ് പ്രൊവിഷൻ. പിന്നെ റവന്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ, വരുമാനം, സെയില്, അതർ ഇൻകം. നമ്മുടെ ഗുഡ്സോ സർവീസോ വിറ്റ് ചെയ്തിട്ട് കിട്ടുന്ന ലാഭത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെയിൽ എന്ന് പറയുന്നത്. വേറെ എന്തെങ്കിലും റവന്യൂസ്, സപ്പോസ് റെന്റ്, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ്, അങ്ങനത്തെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും, അതർ ഇൻകം എന്ന് പറയും. ഓക്കെ, പിന്നെ അടുത്തതാണ് എക്സ്പെൻസിൽ എന്തൊക്കെ വരും, മെറ്റീരിയൽ കൺസ്യൂംഡ്. മെറ്റീരിയൽസ് പറഞ്ഞാൽ ഈ പ്രൊഡക്ഷനിലൊക്കെ നമ്മൾ എന്തെങ്കിലും മെറ്റീരിയൽസ് മേടിച്ചിട്ടുണ്ടെങ്കിൽ മെറ്റീരിയൽ. പിന്നെ സാലറി ആൻഡ് വേജസ്, പിന്നെ മാനുഫാക്ചർ എക്സ്പെൻസ്, ഡിപ്രീസിയേഷൻ എന്താ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തൊക്കെ. ഒരു അസറ്റ് മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് എല്ലാ വർഷവും അതിന് ഒരേ വാല്യൂ ആയിരിക്കും, അതിങ്ങനെ കുറഞ്ഞത് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. പിന്നെ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ്, ഇൻട്രസ്റ്റ് അടക്കേണ്ടത്. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, സെല്ല് ചെയ്യാൻ നമുക്ക് കുറേ ചിലവാകും, പെട്രോൾ, അതായത് കാരണം ഈ സാധനങ്ങളൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ട്. അത് എക്സ്പെൻസ് ഒക്കെ എന്തെങ്കിലും വരും, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ്. അപ്പോൾ അതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇതിലിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്തൊരു സെക്ഷനോട് കൂടെ എന്ത് ചെയ്യും, ഈ ചാപ്റ്റർ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും പഠിച്ചത് ഓക്കെ ആണ്. ഇപ്പം നമ്മൾ പഠിച്ചത് ക്ലാസിഫിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു. അതിൽ ഓരോന്ന് എക്സ്പെൻസിലൊക്കെ വരാൻ ചാൻസ് ഉള്ള കാര്യങ്ങൾ എന്താണെന്ന് നോക്കി. അതുപോലെ തന്നെ എന്താണ് അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറയുന്നത് നോക്കി. അക്കൗണ്ടിങ് ഇക്വേഷൻ തന്നെ നമ്മൾ എന്തിനാണ് നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ട് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ബെനഫിറ്റ്സ് എന്താണ്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ എന്താ പറയുക, റോൾ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇൻ അക്കൗണ്ടിങ്ങിൽ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നതിൻ്റെ ബെനഫിറ്റ്സ്. അതുപോലെ തന്നെ എന്തൊക്കെയാണ് ലിമിറ്റേഷൻസ്, കമ്പ്യൂട്ടർ നമ്മൾ അക്കൗണ്ടിങ്ങിൽ യൂസ് ചെയ്യുന്നതിൻ്റെ ലിമിറ്റേഷൻസ്, എന്തെല്ലാം പോരായ്മകളാണ് എന്നുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ലാസ്റ്റ് എന്ന് പറയുന്നത് കോമ്പോണൻസ് ഓഫ് അക്കൗണ്ടിങ്ങിൽ എന്ത് വരുന്ന കമ്പ്യൂട്ടറിൻ്റെ കോമ്പോണൻസ്. ഓക്കെ, അതുപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്പ്യൂട്ടറിൻ്റെ പ്രത്യേകതകളുണ്ട്. ഓക്കെ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാലോ, അത് TMA ഉള്ള സെക്ഷൻ അല്ല എന്ന് പറയുന്നത് നമ്മുടെ എക്സാം പോർഷനാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. റിമൈനിങ് പാർട്സ് ഡിസ്കസ്. അപ്പോൾ